ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാംഗാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഭാഗ്യം ചെയ്ത രാമായണ പ്രിയരെ, മിഥിലാപുരിയിലേക്കെത്തിയ ശ്രീരാമനോട് ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ അതിപുരാതന കാലം മുതൽ സംരക്ഷിച്ചു വരുന്ന ശൈവചാപം എടുത്ത് ഞാൻ കെട്ടാമോ എന്ന വിശ്വാമിത്രൻ്റെ ചോദ്യത്തിനുത്തരമായി ശ്രീരാമദേവൻ അതിന് തയ്യാറെടുക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. രാജനന്ദനനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. ജനകമഹാരാജാവ് ശ്രീരാമൻ ഈ വില്ലെടുത്ത് ഞാൻ കെട്ടുകയാണെങ്കിൽ എൻ്റെ മകളായ സീതാദേവി രാമൻ്റെ ധർമ്മപത്നിയായി തീരും എന്നതിലൊരു സന്ദേഹവുമില്ല, എൻ്റെ മകളുടെ ഭർത്താവായി തീരും രാമൻ എന്ന് വാക്കു കൊടുക്കുകയാണ്. അതിന് വിശ്വാമിത്രൻ പറയുന്ന മറുപടി, അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൽ അക്കാര്യത്തിൽ വിശ്വാമിത്രന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. തീർച്ചയായും രാമൻ അത് ചെയ്യും, സീത രാമൻ്റേതാണ്. ഇത് നേരത്തെ ഋഷിയാണ് വിശ്വാമിത്രൻ. 3 കാലങ്ങളെയും വേണ്ടതുപോലെ അറിയാൻ കഴിയുന്നവരാണ് ഋഷീശ്വരന്മാർ. നാൻ ഋഷിക്കവി എന്നുകൂടിയാണ് പറയുക. ഋഷി അല്ലാത്തവന് കവിയാവാൻ സാധിക്കുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാമിത്രൻ്റെ ആഗമനം പോലും ഈ പരമാത്മാവായിരിക്കുന്ന ശ്രീരാമനെയും പ്രകൃതിസ്വരൂപിണിയായ സാക്ഷാൽ മഹാലക്ഷ്മിയായ സീതാദേവിയെയും ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. വിശ്വാമിത്രൻ ഇവിടെ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ലിക വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. എനിക്കിപ്പോൾ ഒന്നും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല, എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും എന്നാണ് വിശ്വാമിത്രൻ എഴുത്തച്ഛൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞ മറുപടി. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൾ. ശൈവചാപം 5000 ഭടന്മാര് ഉന്തി കൊണ്ടുവന്ന് രാജസദസ്സിൻ്റെ മധ്യത്തിൽ വെച്ചു എന്ന് വർണ്ണന. അപ്പം അത്രയും ഭാരത്തോടു കൂടിയതായ ആ വില്ലിൻ്റെ പുരാതന കഥയൊക്കെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ദക്ഷയാഗ സമയത്ത് ആ ദക്ഷയാഗത്തെ ധ്വംസനം ചെയ്യുന്നതിന് വേണ്ടി എടുത്ത വില്ലാണ്. അതാണ് പിന്നീട് ജനകൻ്റെ പൂർവികരായിരിക്കുന്ന ആ ദേവരാതൻ മുതലായിരിക്കുന്ന രാജപരമ്പരകളിലൂടെ ഇപ്പോൾ ശ്രീരാമൻ്റെ മുമ്പിൽ സർവാലങ്കാരങ്ങളോടുകൂടി
കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. ആ വില്ലിനെ വേണ്ടതുപോലെ വണങ്ങി ശ്രീരാമദേവൻ. എന്നിട്ട് ചോദിക്കുകയാണ് വിശ്വാമിത്ര മഹർഷിയോട്. വിശ്വാമിത്രൻ ആ വില്ലെടുക്കൂ, ഞാൻ കെട്ടു എന്നുള്ള ആ ഭാവത്തിൽ രാമനെ നോക്കുകയാണ്. രാമൻ വിശ്വാമിത്രനെ ഗുരുവായി കണ്ടുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഗുരുവിനോട് ചോദിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി വേണം അത് നിർവഹിക്കാൻ. അപ്പം അതുകൊണ്ട് ആ രാമൻ വില്ലിനെ വന്ദിച്ച് വിശ്വാമിത്രനെ നോക്കി ചോദിക്കുന്ന ഭാവം അത് എത്രയോ മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വില്ലെടുക്കാമോ, കുലച്ചീടാമോ, വലിക്കാമോ, ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. അപ്പം ഈ ചോദ്യത്തിലും ഈ ഉത്തരത്തിലുമൊക്കെ ഒരു ഈശ്വരീയമായിരിക്കുന്ന ലീലാഭാവമുണ്ട്. ശ്രീരാമൻ ഒരു കൊച്ചുകുട്ടി കൗതുകത്തോടുകൂടി വില്ല് കണ്ട് ചോദിക്കുന്നത് പോലെയാണ് ചോദിക്കുന്നത്. വില്ലെടുക്കാമോ, കുലയ്ക്കാമോ, വലിക്കാമോ എന്നൊക്കെ. അപ്പം കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള കൗതുകം. മാത്രമല്ല ശ്രീരാമൻ ധനുർവിദ്യയിൽ അത്രയധികം പ്രാഗൽഭ്യമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ധനുർവിദ്യയിൽ പ്രാഗൽഭ്യമുള്ളവർക്ക് ധനുസ് കാണുമ്പോൾ ഉണ്ടാകുന്നതായ ആവേശം, ആ ആവേശവും ഈ വാക്കുകളിലൂടെ അഭിവ്യക്തമാവുന്നു. വിശ്വാമിത്രൻ പറയുന്ന മറുപടിയോ, അങ്ങേക്ക് പറ്റുന്നത് പോലെ ചെയ്യൂ, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. സംഭവിക്കാൻ പോകുന്നത് കല്യാണം തന്നെയാണ്. കല്യാണം എന്ന വാക്കിന് മംഗളം എന്നാണ് അർത്ഥം. ഇങ്ങനെ വളരെ സരസമായി നമ്മുടെ ഉള്ളിലേക്ക് ആ രംഗത്തിൻ്റെ എല്ലാ മനോഹാരിതയും പകർന്നു തരുന്ന വിധത്തിലാണ് എഴുത്തച്ഛൻ അത് വർണ്ണിച്ചിരിക്കുന്നത്. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നിതു കണ്ടു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. മന്ദം മന്ദം പതുക്കെ പതുക്കെ വില്ലിനരികിലേക്ക് രാമൻ നടന്നു ചെല്ലുന്നു, വന്ദിക്കുന്നു. ആ വില്ലിൽ സ്പർശിച്ചതോടെ തേജോമയമായിരിക്കുന്ന ഭാവം പൂണ്ട് അതെടുക്കുന്നു. അതിൽ അതാ ഞാൻ കെട്ടുന്നു. ഇങ്ങനെ ആ വലിച്ച് ഞാൻ കെട്ടുന്ന സമയത്ത് ആ വില്ല് ഒടിഞ്ഞു. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. വില്ലെടുക്കട്ടെ, ഞാൻ കെട്ടട്ടെ, കുലയ്ക്കട്ടെ എന്നൊക്കെയാണ് രാമൻ ചോദിച്ചത്. പക്ഷേ ഇവിടെ വില്ലെടുത്ത് ഞാൻ കെട്ടുന്ന സമയം കൊണ്ട് തന്നെ വില്ല് ഒടിഞ്ഞു കഴിഞ്ഞു. ഇതാണ് കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. രാമൻ ചെയ്തതായ ആ മഹത്തരമായിരിക്കുന്ന പ്രവൃത്തിയിൽ വിശ്വാമിത്രൻ ഉള്ളിൽ ആനന്ദത്തോടുകൂടി കൗതുകത്തോടുകൂടി ആ രാമനെ നോക്കുകയാണ്. ഇടിവെട്ടും പോലെ ദിക്കുകളെല്ലാം ആ വില്ലൊടിഞ്ഞ ശബ്ദത്താൽ വിറകൊള്ളുന്ന സമയത്ത് മൈഥിലി ഒരു മയിൽപ്പേടയെപ്പോലെ സന്തോഷം പൂണ്ടു എന്ന് വർണ്ണന. പിന്നീട് കാണുന്നത് അമ്മമാരാലും തോഴിമാരാലുമൊക്കെ ആനയിക്കപ്പെട്ടതായ സാക്ഷാൽ സീതാദേവി കയ്യിൽ വരണമാല്യവുമായി രാമദേവൻ അരികിലേക്ക് നടക്കുന്നതാണ്.
സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. സ്വർണ്ണ നിറമ്പൂണ്ട് ആ കാന്തിയോടുകൂടി കയ്യിൽ വരണമാല്യവുമായി വരുന്നതായ സീതാദേവി ആ രാമനെ നോക്കി മന്ദഹസിച്ചു. ആ സീതയുടെ കണ്ണുകളാകുന്നതായ ആ മാല നേത്രോൽപലമാല ഇട്ടാൾ. ആദ്യമേ തന്നെ കണ്ണുകൾ കൊണ്ട് ആ കണ്ണുകളാകുന്ന മാലയാണ് ഭഗവാന് സമർപ്പിച്ചത്. പിന്നാലെ ആ വരണമാല്യവും അണിയിച്ചു. അമ്മമാർ, ആ അമ്മമാരുടെയും തോഴിമാരുടെയും മധ്യത്തിലൂടെ നടന്നു വന്ന് സീതാദേവി ആ രാമൻ്റെ കഴുത്തിൽ വരണമാല്യം അണിയിക്കുന്ന രംഗത്തെ വർണ്ണിച്ചതിന് ശേഷം പിന്നീട് ജനകമഹാരാജാവും വിശ്വാമിത്രനും എല്ലാം ചേർന്ന് ഈ സ്വയംവരം ഇതെങ്ങനെയായിരിക്കണം ഇനി മഹത്തരമായൊരു വിവാഹമായി അനുഷ്ഠാനമായി നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. അതിന് ജനകമഹാരാജാവ് പറയുന്ന കാര്യം, തനിക്ക് സീതാദേവി മാത്രമല്ല, തൻ്റെ ഔരസപുത്രിയായിരിക്കുന്ന ഊർമിള, ആ ഊർമിളയെ ലക്ഷ്മണന് വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. കൂടാതെ തൻ്റെ സഹോദരനായിരിക്കുന്ന കുശധ്വജൻ്റെ പുത്രിമാരായിട്ടുള്ള മാണ്ഡവി, ശ്രുതകീർത്തി, ഇവരെയും ആ ശ്രീരാമൻ്റെ അനുജന്മാരായിരിക്കുന്ന ഭരതശത്രുഘ്നന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സങ്കല്പിച്ചിരിക്കുന്നു. അപ്പം ഈ സങ്കല്പങ്ങൾ വിശ്വാമിത്രൻ്റെയും ജനകൻ്റെയും ഒക്കെ ഈ സങ്കല്പങ്ങളെ സാർത്ഥകമാക്കുന്നതിന് വേണ്ടി ദശരഥ മഹാരാജാവിൻ്റെ അരികിലേക്ക് ദൂതന്മാരെ അയക്കുന്നു. വേണ്ട വിധത്തിൽ തന്നെ ഉപചാരത്തോടു കൂടി തന്നെ ആ രാജാവിനെ വേണ്ടതുപോലെ ക്ഷണിച്ച് മിഥിലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ദശരഥ മഹാരാജാവ് ധർമ്മപത്നിമാരോടൊപ്പം സന്തോഷത്തോടു കൂടി വരുന്നു. രാമലക്ഷ്മണാദികളെയൊക്കെ ആലിംഗനം ചെയ്ത് അദ്ദേഹം പറയുന്നത്, ഇതാ മഹാതേജസ്വിയായിരിക്കുന്ന വിശ്വാമിത്ര മഹർഷിയാൽ ഇപ്പോൾ എൻ്റെ ഈ വംശം തന്നെ സനാഥമായി തീർന്നിരിക്കുന്നു, സഫലത നേടിയിരിക്കുന്നു. അപ്പോൾ ആ വിശ്വാമിത്ര മഹർഷിയുടെ ആഗമനം നമ്മുടെ വംശത്തിൻ്റെ അഭിവൃദ്ധിക്കും കീർത്തിക്കും വേണ്ടിയാണ് എന്നതായ വസിഷ്ഠ മഹർഷിയുടെ വചനം അത് സാർത്ഥകമായി തീർന്നിരിക്കുന്നു എന്ന സന്തോഷം കൂടി പ്രകടമാക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ ദശരഥൻ്റെ വാക്കുകളിലൂടെ. അങ്ങനെ വിവാഹം നടക്കുന്നു. അതാ സീതാദേവിയെ രാമൻ, ഭരതൻ മാണ്ഡവിയെ, ലക്ഷ്മണൻ ഊർമിളയെ, ശത്രുഘ്നൻ ശ്രുതകീർത്തിയെ വിവാഹം ചെയ്തു. എല്ലാ തരത്തിലുമുള്ളതായ സന്നാഹങ്ങളോടും കൂടി, ഉപഹാരങ്ങളോടും കൂടി, ഉപചാരങ്ങളോടും കൂടി മിഥിലാപുരിയിൽ നിന്ന് ആ മിഥിലയുടെ സന്തതികളെ ഭർതൃഗൃഹങ്ങളിലേക്ക് യാത്രയാക്കുന്ന രംഗം. ഈ സമയത്ത് അമ്മമാർ സീതയ്ക്ക് കൊടുക്കുന്നൊരു ഉപദേശം അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ശുശ്രൂഷണപരാ നിത്യം രാമമനുവ്രത പാതിവ്രത്യമുപാലംബ്യ തിഷ്ഠ വത്സേ യഥാ സുഖം. അമ്മമാര് സീതയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അല്ലയോ സീതേ, നീ ഭർതൃഗൃഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭർത്താവിൻ്റെ അമ്മമാരെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കണം. ശുശ്രൂഷണപരാ മാത്രമല്ല, പാതിവൃത്യമുപാലംബ്യ തിഷ്ഠവത്സേ യഥാസുഖം. രാമമനുവ്രത, നിത്യം
എപ്പോഴും രാമനെ തന്നെ പിന്തുടരുക, രാമനെ അനുസരിക്കുക, പാതിവൃത്യത്തിൽ നിഷ്ഠയോടുകൂടി ജീവിക്കുക. സീതാദേവിക്ക് അമ്മമാർ കൊടുക്കുന്ന ഉപദേശം ഇങ്ങനെ വർണ്ണിച്ച് യാത്രയാക്കുന്ന രംഗം വർണ്ണിച്ചു. ജനകമഹാരാജാവ് തൻ്റെ മകളായ സീതാദേവിയെ ശ്രീരാമന് നൽകുന്നു. ഒപ്പം ഊർമിള, അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ജനകമഹാരാജാവിൻ്റെ പുത്രി ഊർമിളയാണ്, ജാനകി. സീതാദേവി നിലമുഴുതപ്പോൾ കിട്ടിയതായ വളർത്തുപുത്രിയാണ്. കുശധ്വജപുത്രിമാർ, തൻ്റെ അനുജൻ്റെ മക്കളാണ് മാണ്ഡവിയും ശ്രുതകീർത്തിയും. പക്ഷേ ഈ വിവാഹരംഗം വർണ്ണിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു ഭേദബുദ്ധി നമുക്ക് ഇവരിൽ ആരിലും കാണാനായിട്ട് സാധിക്കുകയില്ല. ജനകമഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 പെൺകുട്ടികളും സ്വന്തം മക്കൾ തന്നെയാണ്. ദശരഥ മഹാരാജാവിൻ്റെ 4 മക്കളെ പരിചയപ്പെടുത്തുമ്പോൾ വിശ്വാമിത്ര മഹർഷി വർണ്ണിക്കുന്നതും കൗസല്യ, കൈകേയി, സുമിത്ര എന്നിങ്ങനെ 3 പത്നിമാരുടെ മക്കൾ എന്ന രീതിയിലല്ല, ദശരഥ പുത്രന്മാരായിരിക്കുന്ന 4 പേർ ഒരിക്കലും വേർപിരിയാത്ത സഹോദരന്മാർ എന്ന ഭാവത്തിലാണ്. ശ്രീരാമനോടൊപ്പം എപ്പോഴും ലക്ഷ്മണനുണ്ടാവും, ഭരതനോടൊപ്പം എപ്പോഴും ശത്രുഘ്നനും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ സീതാദേവിയുടെ കഥയും. സീതയോടൊപ്പം എപ്പോഴും ഊർമിളയുണ്ടാവും, മാണ്ഡവിയോടൊപ്പം എപ്പോഴും ശ്രുതകീർത്തിയും ഉണ്ടാവും. അപ്പോൾ ഈ പരസ്പരമുള്ളതായ സ്നേഹഭാവത്തിൻ്റെ എല്ലാ സൗന്ദര്യത്തെയും ആവാഹിച്ച് നമുക്ക് തരുന്ന വിധത്തിലാണ് വാത്മീകി രാമായണത്തിൽ ഈ രംഗം വർണ്ണിക്കുന്നത്. അത് വളരെ അധികം അധ്യായങ്ങളിലൂടെ വിശദീകരിച്ചു പോകുന്നതായ രംഗമാണ് സീതാ സ്വയംവരം എന്ന ഈ ഭാഗം. സാക്ഷാൽ വിശ്വാമിത്ര മഹർഷിയുടെ ദൗത്യം പൂർണ്ണമാവുകയാണ് ഇവിടെ. ദശരഥ മഹാരാജാവിൻ്റെ അരികത്ത് നിന്ന് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ യാഗരക്ഷ ചെയ്ത് തിരിച്ചേൽപ്പിക്കാം എന്ന ആ വാക്ക് മാത്രമല്ല, ദശരഥ മഹാരാജാവിൻ്റെ വംശകീർത്തിയെ തന്നെ അഭിവൃദ്ധിപ്പെടുത്തുന്ന വിധത്തിൽ ആ രാജകുമാരന്മാരുടെ വിവാഹ അനുഷ്ഠാനം കൂടി വേണ്ട വിധത്തിൽ നടത്തിക്കൊടുത്തിട്ടാണ് വിശ്വാമിത്രൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നത്. പിന്നീട് ജനകമഹാരാജാവും ബന്ധുജനങ്ങളും മിഥിലാപുരിയുടെ കവാടം വരെ ചെന്ന് ദശരഥനെയും രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നാദികളെ അവരോടൊപ്പം തങ്ങളുടെ മക്കളായിരിക്കുന്ന സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് അവരെയൊക്കെ യാത്രയാക്കുന്ന രംഗം, അതും വാത്മീകി രാമായണത്തിലെ വളരെ വിശേഷപ്പെട്ട ഭാഗമായി തന്നെ വർണ്ണിച്ചിരിക്കുന്നു. ഇനി ആ വിവാഹ ഘോഷയാത്ര അയോധ്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവം കൂടി പറഞ്ഞിട്ടാണ് ബാലകാണ്ഡം അവസാനിക്കുക. അപ്പോൾ വിശ്വാമിത്രൻ്റെ യാഗരക്ഷ എന്ന് പറയുന്ന ബാലകാണ്ഡത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായിരിക്കുന്ന ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരുടെ മഹത്വവും അവർ ഈശ്വരന്മാരാണ്, ആ ഈശ്വരസ്വരൂപികൾ അവതരിച്ചിരിക്കുന്നത് ഭൂമിയിൽ സത്യത്തെ, അതിൻ്റെ മഹത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയും അതിനെ വേണ്ടതുപോലെ സാധാരണ ജനങ്ങൾക്ക് പോലും സത്യനിഷ്ഠമായി ജീവിതം നയിച്ച് ആ കർമ്മകാണ്ഡത്തെ സാർത്ഥകമാക്കാനുള്ളതായ അനുഗ്രഹത്തെ പകർന്നു കൊടുക്കുന്ന വിധത്തിൽ സ്വധർമ്മങ്ങളെ അനുഷ്ഠിച്ച് ലോകത്തിന് മാതൃകയാവാൻ വേണ്ടിയും ഒക്കെയാണ് എന്നുള്ളതായ ആ തത്വങ്ങളെ വിശദീകരിച്ച് പകർന്നു തരുന്ന വിധത്തിലാണ് ഈ അയോധ്യാകാണ്ഡത്തിലെ, ഈ ബാലകാണ്ഡത്തിലെ
അവസാന രംഗത്തെ വർണ്ണിച്ചിരിക്കുന്നത്. ഈ രംഗം ഇനി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് സാക്ഷാൽ പരശുരാമനാണ്. പരശുരാമൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ബാലകാണ്ഡം അവസാനിക്കും. രാമ 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 രാമ.